ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഞാൻ പറയുകയാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്, കമൻസ് ഇട്ട് നമ്മളെ വളരെയധികം എൻകറേജ് ചെയ്യുന്നതിന് ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. പിന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് പാലും പഞ്ചസാരയും ചായപ്പൊടിയും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ശരിയാ, ചായ ഉണ്ടാക്കാൻ പോവുക നമ്മൾ. ചായ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നൽ മനസ്സിൽ വരാം. എങ്കിൽ കൂടി ഒന്ന് പറയട്ടെ, രാവിലെ നേരത്ത് നല്ലൊരു ഡിക്കേഷൻ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അത് ചായ കുടിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. പലപ്പോഴും പലർക്കും ഡിക്കേഷൻ ചായ ഉണ്ടാക്കാൻ ആ മെത്തേഡ് പിടുത്തം കിട്ടില്ല. നമുക്കിന്ന് ഒരു ഡിക്കേഷൻ ചായ തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൻ നല്ല പോലെ ചൂടായ വെള്ളം നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല കടുപ്പമുള്ള ലിപ്റ്റൻ്റെ ചായപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ടീസ്പൂൺ അളവ് മതി. അഥവാ ഇനി കടുപ്പം കുറഞ്ഞതാണെങ്കിൽ 2 ടീസ്പൂണും കൂടി കൂടുതലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത്രയും വെള്ളം മതി. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച ശേഷം അതിൻ്റെ കറ ഇളകുമെന്ന് പറയില്ലേ, കടുപ്പം ഇളകുന്ന അവസ്ഥയിൽ വരെ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കടുപ്പം വേണം, അതുകൊണ്ട് അതിൻ്റെ കടുപ്പം നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. ചെറിയ തീയിൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലേക്ക് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണേ. ഇപ്പോൾ നല്ല പോലെ കടുപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പുതുതായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചായ ഉണ്ടാക്കാനായിട്ട് അത്ര പിടുത്തം ഉണ്ടാവില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ പെട്ടെന്ന് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പം ചായ ഉണ്ടാക്കാനായിട്ടൊക്കെ പെട്ടെന്ന് പഠിക്കണം എന്നില്ല. ചായ ഉണ്ടാക്കും, പക്ഷേ ഇതുപോലുള്ള ഡിക്കേഷൻ ചായ ഉണ്ടാക്കാൻ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചായയെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഡിക്കേഷൻ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം, അത് അരിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പാല് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പാലവിടെ തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഡിക്കേഷൻ ഒന്ന് അരിച്ചെടുക്കാം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ ചായക്കടകളിലൊക്കെ, എൻ്റെ ചെറുപ്പത്തിൽ കേട്ടോ, ചെറിയ ചായക്കടകളിലൊക്കെ ഒരു തരം തുണിസഞ്ചിയാണ് ഇതുപോലെ ചായപ്പൊടി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, കടുപ്പം അരിച്ചെടുക്കാൻ വേണ്ടി കിട്ടുന്നത്. നല്ല ഒരു സ്മെല്ലാണ്. ആ ചായയുടെ സ്മെല്ല് തന്നെ ഇപ്പോഴും നമുക്കത് പറയുമ്പോൾ അത് ഫീൽ ചെയ്യുന്നു. ആ ഒരു സ്മെല്ല് നല്ല ഡിക്കേഷൻ ചായ. യാത്രകളൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ചെറിയ ചായക്കടകളായിരിക്കും, അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഡിക്കേഷൻ ചായയുടെ സ്വാദ് ഇന്നും നാവിലുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് പരിചയപ്പെടുത്തണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നിന്ന് ചായയായിട്ട് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തു. നമ്മുടെ ഡിക്കേഷൻ കടുപ്പമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ചായപ്പൊടിയെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കടുപ്പം എടുത്തു. നമ്മളത് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പോലെ തിളക്കട്ടെ. തിളച്ച ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് പിന്നെയും ആ ചെറിയ തീയിലിരുന്ന് പാല് നന്നായിട്ട് തിളച്ച് വരേണ്ടതുണ്ട്. പാല് തിളച്ച് അതിൻ്റെ ആ ഒരു തിളച്ച നല്ല വെന്ത മണം വരില്ലേ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പറ്റുന്ന പാലിൻ്റെ ഒരു തിള എന്ന് പറയും, ഒരു വേവ് എന്ന് പറയും. പാല് ഇത്രയധികം വേവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം, പക്ഷേ ചില ചായകൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത്രയും ഒരു വേവ് പാലിന് കൊടുക്കണം. പാല് തിളച്ചാൽ നമ്മൾ പറയില്ലേ പാല് കാച്ചിന്ന്, ആ ഒരു ടെക്സ്ചറിൽ കിട്ടുമ്പോൾ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഇത് മതിയെന്ന്. പക്ഷേ ഇതുപോലുള്ള കടക് ചായക്ക് കുറച്ചുകൂടെ ഒന്ന് പാല് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പാല് തിളച്ച ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലപോലെ പാല് തിള വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ചായക്കറ പിടിച്ച നമ്മുടെ സോസ്പാൻ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സോപ്പില്ലേ, ബാത്ത് സോപ്പ്, അതിട്ടിട്ട് കഴുകിയ വൃത്തിയായി കിട്ടും കേട്ടോ. നമുക്ക് 2 കപ്പിലേക്ക് ചായ മാറ്റാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെങ്കിൽ പഞ്ചസാര ഇവിടെ ഒഴിവാക്കാം കേട്ടോ. 1/2 കപ്പ് പാല്, നമ്മളിവിടെ തിളപ്പിച്ച് വെച്ച പാല് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഡിക്കേഷൻ ഇട്ട് കൊടുക്കാം. ഡിക്കേഷൻ നല്ല പോലെ നമ്മൾ അരിച്ചെടുത്ത് വെച്ച ഡിക്കേഷനാണ്. അത് 2 കപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ചായയാണെങ്കിൽ ഒരു ചെറിയ കപ്പളവിൽ നമ്മളൊരു 2-3 കവിള് കുടിച്ചാൽ മതി. അത് തന്നെ ബെസ്റ്റാണ്. രാവിലെ ചായ കുടിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ദിവസം മുഴുവനും ഉന്മേഷം തരാൻ പറ്റുന്നതാണ് നമുക്ക് നല്ലൊരു ചായ കുടിച്ചാൽ. ഇനി ഇത് നമുക്കൊന്ന് മറിക്കാം. ചായ എപ്പോഴും മറിച്ചെടുത്താലാണ് അതിൻ്റെ ഒരു സ്വാദത, അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല്. കണ്ടോ,
ഇതുപോലെ നല്ല പോലെ ഒന്ന് മറിച്ചെടുക്കാം. 2 വട്ടം മറിച്ചാൽ മതി കേട്ടോ. ഒരു കപ്പിൽ ഒഴിച്ചിട്ട് കണ്ടോ, മറിച്ച് ചായയും മറിക്കാത്ത ചായയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ നമ്മൾ 2 ചായയും മറിച്ചെടുത്തു. എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കണം കേട്ടോ. ഒരു ദിവസത്തിൽ ഒരു ചായ ഞാൻ കുടിക്കുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ എനിക്ക് കുടിക്കണം, ഫ്രഷായി വന്ന ശേഷം. അതൊരു ദിവസത്തെ ഉന്മേഷമാണ്. അപ്പോൾ 2 ചായയും നമ്മൾ നന്നായി മറിച്ചെടുത്തു. കണ്ടോ, അതിൻ്റെ നല്ല ഒരു ഫോമായി വരുന്നുണ്ടോ. ഇനി 2 കപ്പുകളിലാക്കി നമുക്കിനി കൊടുക്കാം ഗസ്റ്റിനോ, അല്ലെങ്കിൽ പുതുതായി വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവരെ ആദ്യം ഏൽപ്പിക്കുന്ന പണി ചായ ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ വായിലൂടെയാണ് ഹൃദയത്തിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചായ കൊടുത്തങ്ങ് ആ ഹൃദയത്തിലേക്ക് പറ്റിച്ചേർന്നിരിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.